ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായമാണ്. 3 മഹത് വ്യക്തിത്വങ്ങളെയാണ് ഈ അധ്യായത്തിലൂടെ നാം പഠിക്കുന്നത്. മോശ, അഹറോൻ, ഫിനെഹാസ്. അവരുടെ ജീവിതത്തിലുള്ള അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവം എപ്രകാരമാണ് അവരെ ഉയർത്തിയത്, മാനിച്ചതെല്ലാം നാം പഠിക്കുന്നു. നമ്മുടെ എളിയ ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മിൽ നിറവേറുവാനും ആഗ്രഹിക്കാം. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ പൊൻപാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണ്ണമായി കീഴ്വഴങ്ങുവാനും അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനും അങ്ങനെ നിത്യജീവന് അർഹരായി തീരുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ആമീൻ. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 45-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട്. ഓപ്ഷൻ ഇ ഫിനെഹാസ്, ഓപ്ഷൻ ബി അഹറോൻ, ഓപ്ഷൻ സി മോശ. ശരിയുത്തരം ഓപ്ഷൻ സി മോശ. രണ്ടാമത് ചോദ്യം, പ്രഭാഷകൻ 45:1 മോശയ്ക്ക് നൽകുന്ന വിശേഷണം. ഓപ്ഷൻ ഇ ഭാഗ്യസ്മരണാർഹൻ, ഓപ്ഷൻ ബി ദൈവദൂതന്മാർക്ക് സമൻ, ഓപ്ഷൻ സി സമുന്നതൻ. ശരിയുത്തരം ഓപ്ഷൻ ഇ ഭാഗ്യസ്മരണാർഹൻ. 3 പ്രഭാഷകൻ 45:1 ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത്? ഓപ്ഷൻ ഇ അബ്രഹാത്തിൻ്റെ, ഓപ്ഷൻ ബി ഇസഹാക്കിൻ്റെ, ഓപ്ഷൻ സി യാക്കോബിൻ്റെ. ശരിയുത്തരം ഓപ്ഷൻ സി യാക്കോബിൻ്റെ. 4 അവൻ ഡാഷ് സുസമ്മതനായി. പൂരിപ്പിക്കുക. പ്രഭാഷകൻ 45:1. ഓപ്ഷൻ ഇ മനുഷ്യർക്ക്, ഓപ്ഷൻ ബി ജനത്തിന്, ഓപ്ഷൻ സി ജനതകൾക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ജനത്തിന്. 5 പ്രഭാഷകൻ 45:1 ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായതാര്? ഓപ്ഷൻ ഇ അബ്രഹാം, ഓപ്ഷൻ ബി മോശ, ഓപ്ഷൻ സി അഹറോൻ. ശരിയുത്തരം ഓപ്ഷൻ ബി മോശ. 6 പ്രഭാഷകൻ 45:2 മോശയെക്കുറിച്ച് പറയുന്നതിൽ രണ്ടാമത്തേത്? ഓപ്ഷൻ ഇ അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു, ഓപ്ഷൻ ബി അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി, ഓപ്ഷൻ സി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. ശരിയുത്തരം ഓപ്ഷൻ സി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. 7 എവിടെയാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? പ്രഭാഷകൻ 45:3. ഓപ്ഷൻ ഇ ഫറവോയുടെ സന്നിധിയിൽ, ഓപ്ഷൻ ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ, ഓപ്ഷൻ സി ഇസ്രായേലിൻ്റെ മുന്നിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ. 8ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 45:3 ആർക്ക് വേണ്ടിയുള്ള കൽപ്പനകളാണ് കർത്താവ് മോശയെ ഏൽപ്പിച്ചത്? ഓപ്ഷൻ ഇ ലോക ജനതയ്ക്ക് വേണ്ടിയുള്ള, ഓപ്ഷൻ ബി തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള, ഓപ്ഷൻ സി ഇസ്രായേലിന് വേണ്ടിയുള്ള. ശരിയുത്തരം ഓപ്ഷൻ ബി തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള. 9 കർത്താവ് ഡാഷ് ഡാഷ് കൊണ്ട് മോശയെ വിശുദ്ധീകരിച്ചു. പൂരിപ്പിക്കുക. പ്രഭാഷകൻ 45:4. ഓപ്ഷൻ എ വിശ്വസ്തതയും കാരുണ്യവും, ഓപ്ഷൻ ബി വിശ്വസ്തതയും സൗമ്യതയും, ഓപ്ഷൻ സി സൗമ്യതയും വിനയവും. ശരിയുത്തരം ഓപ്ഷൻ ബി വിശ്വസ്തതയും സൗമ്യതയും. 10
ആരുടെ ഇടയിൽ നിന്നാണ് മോശയെ തിരഞ്ഞെടുത്തത്? പ്രഭാഷകൻ 45:4. ഓപ്ഷൻ ഇ ലേവ്യരുടെ, ഓപ്ഷൻ ബി ഇസ്രയേല്യരുടെ, ഓപ്ഷൻ സി എല്ലാ ജനതകളുടെയും. ശരിയുത്തരം ഓപ്ഷൻ സി എല്ലാ ജനതകളുടെയും. 11. പ്രഭാഷകൻ 45:5 കർത്താവ് മോശയെ എന്താണ് കേൾപ്പിച്ചത്? ഓപ്ഷൻ ഇ തൻ്റെ സ്വരം, ഓപ്ഷൻ ബി തൻ്റെ ശബ്ദം, ഓപ്ഷൻ സി തൻ്റെ ഗംഭീരനാദം. ശരിയുത്തരം ഓപ്ഷൻ ഇ തൻ്റെ സ്വരം. 12. പ്രഭാഷകൻ 45:5 കർത്താവ് മോശയെ എവിടേക്കാണ് നയിച്ചത്? ഓപ്ഷൻ ഇ തൻ്റെ മലയിലേക്ക്, ഓപ്ഷൻ ബി ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക്, ഓപ്ഷൻ സി മേഘങ്ങൾക്കുള്ളിലേക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക്. 13. പ്രഭാഷകൻ 45:5 കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം നൽകിയ കൽപ്പനകൾക്ക് നൽകുന്ന വിശേഷണം. ഓപ്ഷൻ ഇ ജീവൻ്റെ നിയമം, ഓപ്ഷൻ ബി സത്യത്തിൻ്റെ വചനം, ഓപ്ഷൻ സി ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. ശരിയുത്തരം ഓപ്ഷൻ സി ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. 14. പ്രഭാഷകൻ 45:5 പ്രകാരം കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ എന്തിനാണ് നൽകിയത്? ഓപ്ഷൻ ഇ യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന്, ഓപ്ഷൻ ബി ശ്രദ്ധാപൂർവം പാലിക്കുന്നതിന്, ഓപ്ഷൻ സി പാലിക്കാനും പൂർണ്ണഹൃദയത്തോടെ അനുസരിക്കാനും. ശരിയുത്തരം ഓപ്ഷൻ ഇ യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന്. 15. പ്രഭാഷകൻ 45:6 അഹറോന് നൽകപ്പെടുന്ന വിശേഷണങ്ങളിൽ മൂന്നാമത്തേത്? ഓപ്ഷൻ ഇ മോശയുടെ സഹോദരൻ, ഓപ്ഷൻ ബി മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ, ഓപ്ഷൻ സി ലേവി ഗോത്രജൻ. ശരിയുത്തരം ഓപ്ഷൻ ബി മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ. 16. പ്രഭാഷകൻ 45:7 അഹറോനെ എപ്രകാരമാണ് അനുഗ്രഹിച്ചത്? ഓപ്ഷൻ ഇ നിത്യമായ ഉടമ്പടി ചെയ്ത്, ഓപ്ഷൻ ബി ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകി, ഓപ്ഷൻ സി വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ സി വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട്. 17. പ്രഭാഷകൻ 45:8 അഹറോനെ അണിയിച്ചവയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഇ ഉറീം തുമ്മീം, ഓപ്ഷൻ ബി മഹിമയേറിയ മേലങ്കി, ഓപ്ഷൻ സി മഹിമയുടെ പൂർണ്ണത. ശരിയുത്തരം ഓപ്ഷൻ ഇ ഉറീം തുമ്മീം. 18. എന്ത് നൽകിയാണ് കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത്? പ്രഭാഷകൻ 45:8 ഓപ്ഷൻ ഇ വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ, ഓപ്ഷൻ ബി മഹിമയേറിയ മേലങ്കി, ഓപ്ഷൻ സി അധികാര ചിഹ്നങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി അധികാര ചിഹ്നങ്ങൾ. 19. കാൽച്ചട്ടയും ഡാഷ് ഏഫോദും അവന് നൽകി പൂരിപ്പിക്കുക. പ്രഭാഷകൻ 45:8 ഓപ്ഷൻ ഇ മേലങ്കിയും, ഓപ്ഷൻ ബി നീണ്ട അങ്കിയും, ഓപ്ഷൻ സി മഹിമയേറിയ മേലങ്കിയും. ശരിയുത്തരം ഓപ്ഷൻ ബി നീണ്ട അങ്കിയും. 20. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. അധ്യായം വാക്യം. ഓപ്ഷൻ ഇ പ്രഭാഷകൻ 45:8, ഓപ്ഷൻ ബി പ്രഭാഷകൻ 45:9, ഓപ്ഷൻ സി പ്രഭാഷകൻ 45:10. ശരിയുത്തരം ഓപ്ഷൻ ബി പ്രഭാഷകൻ 45:9. 21. പ്രഭാഷകൻ 45:10 കർത്താവ് അഹ്റോനെ അണിയിച്ച വിശുദ്ധ വസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഓപ്ഷൻ ഇ സ്വർണ്ണ നീല ധൂമ്ര വർണ്ണം കലർന്ന, ഓപ്ഷൻ ബി ചിത്രപ്പണികളോട് കൂടിയ,
ഓപ്ഷൻ സി സ്വർണ്ണ നീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ. ശരിയുത്തരം ഓപ്ഷൻ സി സ്വർണ്ണ നീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ. 22. ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ അഹറോനെ അണിയിച്ചതെന്ത്? ഓപ്ഷൻ ഇ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം. ഓപ്ഷൻ ബി സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ കൊത്തിയത്. ഓപ്ഷൻ സി രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം. ശരിയുത്തരം ഓപ്ഷൻ ഇ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം. 23. പ്രഭാഷകൻ 45:12 പ്രകാരം അഹ്റോന്റെ തലപ്പാവിൽ അണിയിച്ച സ്വർണം കൊണ്ടുള്ള ഒരു കിരീടത്തിൽ കൊത്തിയിരിക്കുന്നതെന്ത്? ഓപ്ഷൻ എ വിശുദ്ധി. ഓപ്ഷൻ ബി അഭിഷിക്തൻ. ഓപ്ഷൻ സി നന്മ. ശരിയുത്തരം ഓപ്ഷൻ എ വിശുദ്ധി. 24. വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന കിരീടത്തെ വിശേഷിപ്പിക്കുന്നതിൽ മൂന്നാമത്തേത്? ഓപ്ഷൻ ഇ ശ്രേഷ്ഠം. ഓപ്ഷൻ ബി അലങ്കൃതം. ഓപ്ഷൻ സി നയനാനന്ദകരം. ശരിയുത്തരം ഓപ്ഷൻ ബി അലങ്കൃതം. 25. പ്രഭാഷകൻ 45:13 മനോഹരമായ വസ്തുക്കൾ അണിഞ്ഞിട്ടില്ലാത്തതാര്? ഓപ്ഷൻ ഇ അന്യർ. ഓപ്ഷൻ ബി അഹ്റോന്റെ മക്കൾ. ഓപ്ഷൻ സി അഹ്റോന്റെ പിൻഗാമികൾ. ശരിയുത്തരം ഓപ്ഷൻ ഇ അന്യർ. 26. എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതമാണ് അഹ്റോന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ ഇ 1. ഓപ്ഷൻ ബി 2. ഓപ്ഷൻ സി 3. ശരിയുത്തരം ഓപ്ഷൻ ബി 2. 27. ആരാണ് അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത്? ഓപ്ഷൻ എ കർത്താവ്. ഓപ്ഷൻ ബി ദൈവം. ഓപ്ഷൻ സി മോശ. ശരിയുത്തരം ഓപ്ഷൻ സി മോശ. 28. പ്രഭാഷകൻ 45:15 പ്രകാരം എന്തിനു വേണ്ടി അഹ്റോനെ അഭിഷേകിച്ച് നിയോഗിച്ചു എന്ന് പറയുന്നതിൽ ആദ്യത്തേത്? ഓപ്ഷൻ ഇ പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ. ഓപ്ഷൻ ബി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. ഓപ്ഷൻ സി അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ ബി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. 29. പ്രഭാഷകൻ 45:16 പ്രകാരം എന്തിനു വേണ്ടി അഹ്റോനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൽ രണ്ടാമത്തേത്? ഓപ്ഷൻ ഇ കർത്താവിന് ബലിയർപ്പിക്കുന്നതിന്. ഓപ്ഷൻ ബി ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിന്. ഓപ്ഷൻ സി സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന്. ശരിയുത്തരം ഓപ്ഷൻ സി സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന്. 30. പ്രഭാഷകൻ 45:17 പ്രകാരം എന്തിനുള്ള അധികാരമാണ് അഹ്റോന് കൊടുത്തത്? ഓപ്ഷൻ ഇ തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനുള്ള. ഓപ്ഷൻ ബി തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള. ഓപ്ഷൻ സി വിധി പ്രസ്താവിക്കാനുള്ള. ശരിയുത്തരം ഓപ്ഷൻ സി വിധി പ്രസ്താവിക്കാനുള്ള. 31. കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തതാര്? ഓപ്ഷൻ ഇ ദാത്താനും അബിറാമും അവരുടെ അനുയായികളും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. ഓപ്ഷൻ ബി ദാത്താനും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. ഓപ്ഷൻ സി ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. ശരിയുത്തരം ഓപ്ഷൻ സി ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. 32. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് ഡാഷ് പൂരിപ്പിക്കുക.
ഓപ്ഷൻ ഇ അത്ഭുതം പ്രവർത്തിച്ചു, ഓപ്ഷൻ ബി ക്രോധം വർഷിച്ചു, ഓപ്ഷൻ സി അവരെ വാളിനിരയാക്കി. ശരി ഉത്തരം ഓപ്ഷൻ ഇ അത്ഭുതം പ്രവർത്തിച്ചു. 33 ഡാഷ് അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. പൂരിപ്പിക്കുക. പ്രഭാഷകൻ 45:21. ഓപ്ഷൻ ഇ അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ, ഓപ്ഷൻ ബി ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം, ഓപ്ഷൻ സി കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ. ശരി ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ. 34 കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. അധ്യായം വാക്യം. ഓപ്ഷൻ ഇ പ്രഭാഷകൻ 45:21, ഓപ്ഷൻ ബി പ്രഭാഷകൻ 45:22, ഓപ്ഷൻ സി പ്രഭാഷകൻ 45:23. ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രഭാഷകൻ 45:22. 35 മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം ആർക്കാണ്? ഓപ്ഷൻ ഇ എലയാസർ, ഓപ്ഷൻ ബി ജോഷ്വ, ഓപ്ഷൻ സി ഫിനെഹാസ്. ശരി ഉത്തരം ഓപ്ഷൻ സി ഫിനെഹാസ്. 36 പ്രഭാഷകൻ 45:23 ഫിനെഹാസിനെ കുറിച്ച് പറയുന്നതിൽ രണ്ടാമത്തേത്? ഓപ്ഷൻ ഇ ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു, ഓപ്ഷൻ ബി അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു, ഓപ്ഷൻ സി അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. ശരിയുത്തരം ഓപ്ഷൻ ഇ ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. 37 എന്ത് ഉടമ്പടിയാണ് ഫിനെഹാസുമായി ഉറപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ ഇ ശാശ്വത ഉടമ്പടി, ഓപ്ഷൻ ബി നിത്യമായ ഉടമ്പടി, ഓപ്ഷൻ സി സമാധാന ഉടമ്പടി. ശരിയുത്തരം ഓപ്ഷൻ സി സമാധാന ഉടമ്പടി. 38 പ്രഭാഷകൻ 45:25 പരാമർശിക്കപ്പെടുന്ന പിന്തുടർച്ചാവകാശങ്ങൾ? ഓപ്ഷൻ ഇ രാജാവിൻ്റെയും അഹറോൻ്റെയും, ഓപ്ഷൻ ബി ദാവീദിൻ്റെയും അഹറോൻ്റെയും, ഓപ്ഷൻ സി ദാവീദിൻ്റെയും പുരോഹിതൻ്റെയും. ശരിയുത്തരം ഓപ്ഷൻ ഇ രാജാവിൻ്റെയും അഹറോൻ്റെയും. 39 പ്രഭാഷകൻ 45:26 എന്തിനു വേണ്ടിയാണ് പുരോഹിതൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഇ തൻ്റെ ജനത്തെ വിധിക്കുന്നതിന്, ഓപ്ഷൻ ബി തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന്, ഓപ്ഷൻ സി തൻ്റെ ജനത്തെ നീതിയോടെ വിധിക്കുന്നതിന്. ശരിയുത്തരം ഓപ്ഷൻ ബി തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന്. 40 അങ്ങനെ അവരുടെ ഡാഷ് നശിക്കാതിരിക്കുകയും ഡാഷ് തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. പൂരിപ്പിക്കുക. പ്രഭാഷകൻ 45:26. ഓപ്ഷൻ ഇ സമ്പത്ത് മഹത്വം, ഓപ്ഷൻ ബി മഹത്വം ഐശ്വര്യം, ഓപ്ഷൻ സി ഐശ്വര്യം മഹത്വം. ശരിയുത്തരം ഓപ്ഷൻ സി ഐശ്വര്യം മഹത്വം. 41 ചോദ്യം. പ്രഭാഷകൻ 45:2 സമാനവാക്യം. ഓപ്ഷൻ ഇ പുറപ്പാട് 7:1, ഓപ്ഷൻ ബി പുറപ്പാട് 28:43, ഓപ്ഷൻ സി സംഖ്യ 27:18. ശരിയുത്തരം ഓപ്ഷൻ ഇ പുറപ്പാട് 7:1. 42 പ്രഭാഷകൻ 45:7 സമാനവാക്യം. ഓപ്ഷൻ ഇ പുറപ്പാട് 7:1, ഓപ്ഷൻ ബി പുറപ്പാട് 28:43, ഓപ്ഷൻ സി സംഖ്യ 27:18. ശരിയുത്തരം ഓപ്ഷൻ ബി പുറപ്പാട് 28:43. 43 പ്രഭാഷകൻ 45:23 സമാനവാക്യം. ഓപ്ഷൻ എ സംഖ്യ 25 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ ബി പുറപ്പാട് 28:43, ഓപ്ഷൻ സി സംഖ്യ 27:18. ശരിയുത്തരം ഓപ്ഷൻ എ സംഖ്യ 25 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. താങ്ക് യു.